Good morning to all. Good morning, ma'am. 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 Yeah. Okay, good morning. Study Ada. Yeah, let's start with prayer. Good morning, ma'am. Light a candle for peace. Light a candle for love. Light a candle that shines all the way around the world. Light a candle for me. Light a candle for you. That our wish for world peace will one day come true. Sing peace around the world. 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 Thank you, ma'am. Okay. Then നീരുണ്ടോ? പ്രയർ മാത്രമേ ഉള്ളൂ. പറയൂ, ടൈം വേസ്റ്റ് ചെയ്യില്ല കേട്ടോ. Start ചെയ്യാം മാം. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് നമ്മുടെ ടോപ്പിക് വൈസ് എല്ലാം കംപ്ലീറ്റ് ആയി. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്, എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇനിയുള്ളത് ഫോണ്ടിക്സ് ആണ് കേട്ടോ. ഫോണ്ടിക്സ് എല്ലാവരും നോക്കിയിട്ടാണോ വന്നത്? ഓക്കെ ആണോ? ആക്റ്റീവ് ആണ് എല്ലാവരും. എന്താണ് ഭയങ്കര സൈലന്റ് ആണോ ക്ലാസ്? എന്ത് പറ്റി? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഉണ്ടായില്ല, കാരണം ഞാൻ നോക്കിയിട്ടില്ല. നോക്കിയിട്ടില്ല. ഓക്കെ, ഫോണ്ടിക്സ് ആരും നോക്കിയിട്ടുണ്ടോ? ഇല്ല, ഇല്ല മാം, ഞാനും ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ ക്ലാസ്സിൽ. ഓക്കെ, നമുക്ക് ടേം എക്സാം ആണ് അല്ലെ? പറഞ്ഞല്ലോ, എല്ലാവരും അറിഞ്ഞില്ലേ ടേം എക്സാം എന്താണ്? 6-ാണ്. ഓക്കെ, അപ്പോ ടേം എക്സാമില് നമുക്ക് അതും കൂടെ ഒന്ന് പറഞ്ഞിട്ട് കോൺടെക്സിലേക്ക് പോകാം. ഓക്കെ, ടേം എക്സാമില് നമുക്ക് ഇംഗ്ലീഷിൽ നിന്ന് വരുന്നത് അറിയാലോ, എത്രയൊക്കെയാണ്? 7th 9th മുതൽ ലാസ്റ്റ് ചാപ്റ്റർ വരെയാണ്. ഓക്കെ, ഇതില് ഫസ്റ്റ് നമുക്ക് ടേം എക്സാമില് ഇംഗ്ലീഷ് 5 ക്വസ്റ്റ്യൻ മാത്രമേ ഉണ്ടാവുള്ളൂ, അറിയാലോ എല്ലാവർക്കും. അപ്പോ ഒരു ഡയറക്റ്റ് സ്പീച്ചിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, ഡയറക്റ്റ് സ്പീച്ചിൽ ഒരു ക്വസ്റ്റ്യൻ, സ്പെല്ലിംഗ് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതുപോലെ തന്നെ പ്രപ്പോസിഷൻ എന്നൊരു ക്വസ്റ്റ്യൻ. അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ വെച്ചാണ് കേട്ടോ. പ്രപ്പോസിഷൻ, ക്വസ്റ്റ്യൻ ടാഗ്, റിപ്പോർട്ട് സ്പീച്ച്, സ്പെല്ലിംഗ് വേർഡ്, പിന്നെ ഏതാണ് ഫ്രേസൽ വെർബ്. ഇങ്ങനെ എല്ലാത്തിനും ഓരോ ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് 5 ക്വസ്റ്റ്യൻ കേട്ടോ. ഓക്കെ, ക്ലിയർ? ഓക്കെ മാം. യെസ് മാം. ഓക്കെ ആണ്. വേറെ ഡൗട്ടോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ക്ലിയർ അല്ലേ? ഒന്നുകൂടി പറയുമോ? നമുക്ക് റിപ്പോർട്ട് സ്പീച്ച്, അതായത് ഡയറക്റ്റ് സ്പീച്ച്, ഓക്കെ, ഡയറക്റ്റ് ആൻഡ് ഡയറക്റ്റ് സ്പീച്ച് ആ ചാപ്റ്ററിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ, അതുപോലെ തന്നെ പ്രപ്പോസിഷൻ എന്നൊരു ക്വസ്റ്റ്യൻ, ആൻഡ് ക്വസ്റ്റ്യൻ ടാഗ്, then phrasal verb, last spelling word. ഓക്കെ, ഏതെങ്കിലും ഒരു സ്പെല്ലിംഗ് ചോദിച്ചിട്ട് കറക്റ്റ് സ്പെല്ലിംഗ് ഏതാണെന്ന് എനിക്ക് ചോദിക്കാം. ഡയറക്റ്റ് സ്പീച്ച് ഇൻഡയറക്റ്റ് സ്പീച്ച് തന്നിട്ട് ഡയറക്റ്റ് സ്പീച്ച് ആക്കാൻ വേണ്ടിട്ടാ? അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാം, പക്ഷേ ടേമിൽ ചോദിക്കുന്നത് ഡയറക്റ്റ് സ്പീച്ച് വന്നിട്ട് ഇൻഡയറക്റ്റ് സ്പീച്ച് കാണാനാണ്. ഓക്കെ, നമുക്ക് മെയിൻ എക്സാമിന് രണ്ടും പ്രതീക്ഷിക്കാം കേട്ടോ. ചിലപ്പോ ഇൻഡയറക്റ്റ് തന്നിട്ട് ഡയറക്റ്റ് കാണാനും പറയും, ഡയറക്റ്റ് തന്നിട്ട് ഇൻഡയറക്റ്റ് കാണാനും പറയും. ഓക്കെ, നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടോ? ഓക്കെ, ഓക്കെ ആണോ? കുറച്ച് കുറഞ്ഞെന്ന് തോന്നുന്നു. അപ്പൊ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? പറയൂ, കാരണം ഇനി ചിലപ്പോ ഇതിനെ കാണാൻ കിട്ടില്ല കേട്ടോ. കോൺടെക്സ്റ്റ് എടുത്തു കഴിഞ്ഞാല് പിന്നെ നിങ്ങൾക്ക് അതിനെ കോൺവെക്കേഷൻ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, എന്തെങ്കിലും പറഞ്ഞു തരും മാം. എന്തോ മെയിൻ എക്സാമിന് മുമ്പ് ഒരു സെഷൻ കിട്ടുമോ?
സെഷൻ അറിയില്ല, ചാൻസ് കുറവാണ്. നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ വരേണ്ടി വരും. എന്തായാലും വേണം മാം. മെയിൻ എക്സാമിന് മുമ്പ് എന്തായാലും ഒരു സെഷൻ നിർബന്ധമാണ്. അല്ല, നമ്മള് പഠിച്ചത് ഓക്കെ ആണെന്ന് വിചാരിക്കും, നമ്മളെല്ലാം ഓക്കെ ആണെന്ന് വിചാരിക്കും. പക്ഷെ ഇതില് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോ നമ്മൾ ചെയ്യുന്നതായിരിക്കില്ല, നമ്മൾ ശരിയാന്ന് വിചാരിച്ചിട്ട് കുത്തുന്നതായിരിക്കും, പക്ഷെ തെറ്റായിരിക്കും. നമുക്ക് അറിയാന്ന് വിചാരിച്ചിട്ട് നമ്മള് എനിക്ക് ഇംഗ്ലീഷ് ആയിരുന്നു കുറച്ച് പേടി കുറവുണ്ടായിരുന്നത് ബാക്കി സബ്ജക്ട്സിനെ അപേക്ഷിച്ചിട്ട്. പക്ഷെ ഞാൻ മോക്ക് ടെസ്റ്റ് ഫ്രൈസൽ വേർബും മറ്റേതൊക്കെ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇംഗ്ലീഷും നന്നായിട്ട് പ്രിപ്പയർ ടേം എക്സാമിന് നോക്കൂ, ഏകദേശം ഓക്കെയാണ്. പിന്നെ മെയിൻ എക്സാമിന് മുൻപ് എക്സാം നടക്കുന്ന ടൈമിൽ വരാൻ അറിയില്ല കേട്ടോ, ചാൻസ് കുറവാണെന്ന് തോന്നുന്നേ. റിക്വസ്റ്റ് ചെയ്ത് നോക്കും. ഓക്കെ, എനിക്കിപ്പോ എന്റെ ക്ലാസ് കഴിഞ്ഞു, കോൺടെക്സ്റ്റ് കൊടുത്ത എന്റെ ക്ലാസ് കഴിഞ്ഞു. ടേം എക്സാമിനുള്ള ക്വസ്റ്റ്യൻ ഞാൻ ഏകദേശം പറഞ്ഞു. 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൽ നിന്ന് ഓരോന്നും 5 ചാപ്റ്ററിൽ നിന്ന് ഓരോ ക്വസ്റ്റ്യൻ വെച്ച് വരും. ഓക്കെ, പ്രപ്പോസിഷൻ നോക്കാം. എല്ലാം പഠിച്ച പോർഷൻസിൽ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത്, അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. ക്വസ്റ്റ്യൻ കാണുമ്പോൾ കുറച്ച് ടഫായിട്ട് തോന്നുമെങ്കിലും വളരെ സിമ്പിൾ ആണ്. നന്നായിട്ട് വായിച്ചു നോക്കാം, ആൻസർ ചെയ്യുക. ഓക്കെ, മോഡൽ ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ടേമിനാണോ? ടേമിന് മോഡൽ ക്വസ്റ്റ്യൻ വേണോ? 5 ക്വസ്റ്റ്യനല്ലേ ഉള്ളൂ. ടേമിന് വേണം. ടേമിന് മോഡൽ ക്വസ്റ്റ്യൻ എങ്ങനെ തരാം? മെയിൻ ആണെങ്കിൽ ഓക്കെയാണ്. കുഴപ്പമില്ല, മെയിൻ എക്സാമിന് കിട്ടിയ മെയിൻ എക്സാമിന് വേണം മാം. മെയിൻ എക്സാമിന് വേണം. ഓക്കെ, ഒരു കാര്യം ചെയ്യൂ കേട്ടോ, അതൊന്ന് പറയൂ. ഓക്കെ, നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു റിക്വസ്റ്റ് വരികയാണെങ്കിൽ നമുക്ക് ഈസി ആയിരിക്കും. അല്ലാതെ ഞാനിങ്ങനെ ക്ലിയറാന്ന് ആലോചിച്ചിട്ട് എന്റെ പോർഷൻസ് എല്ലാം കഴിഞ്ഞു ജസ്റ്റ് ചുമ്മാ കേറാണെന്ന് പറയേണ്ടി വരും എനിക്ക്. മെയിൻ എക്സാമിൽ തരാം. ഓക്കെ, മാക്സിമം ഞാൻ നോക്കാം, എന്റെ സൈഡിലും കൂടി ഞാൻ നോക്കാം കേട്ടോ. ഇപ്പോ ഏതൊക്കെയാ പഠിക്കണ്ടേന്ന് പറയാം. ആദ്യത്തെ ഫ്രീസൽ വേർബ് ഞാൻ പറഞ്ഞില്ല, ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞില്ലേ. 12 മുതൽ കിട്ടി, അതിക്ക് മുമ്പത്തെ ആദ്യത്തെ 2 കിട്ടിയില്ല. ആണോ? 12 തൊട്ട് കിട്ടിയായിരുന്നു എനിക്ക്, ആദ്യത്തെ 2 ഞാൻ ഇതൊക്കെയാണ്. ആരെങ്കിലും ഒന്ന് ടെക്സ്റ്റ് ചെയ്യാവോ? ഞാൻ പറഞ്ഞ ഇമ്പോർട്ടന്റ് ഫ്രേസൽ വേർബ് നമ്പേഴ്സും കാര്യം ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കാവോ? ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. 12 മുതൽ ഞാൻ ടിക്ക്. Okay, just wait a second. Okay, numbers 1, 12, 17, 20, 26. Text ചെയ്തിട്ടുണ്ടല്ലോ. 26, 27, 34, 40, 49, 67. Okay. ഷീബ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടോ? റീജ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ആണ്. 1, 12, 17, 20, 26, 27, 34, 40, 48 ഇല്ലല്ലോ. 49, 67. ഇത് മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. 48 ഇല്ലല്ലോ. അതിന്റെ മീനിങ് പഠിച്ചാൽ പോരെ, വേറെ മീനിങ് പഠിച്ചാൽ മതി. മീനിങ് മീൻസ് ഇപ്പോ ഇങ്ങനെയും ചോദിക്കാം. അതായത് ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോ ഗിവ് അവേ അല്ലെ, ദ പ്രൈസ് the minister distribute the prizes to the winners. അല്ലെങ്കിൽ ഒരു സെന്റൻസ് പറഞ്ഞായിരിക്കും. അല്ലെങ്കിൽ the minister distribute the prizes to the winners എന്ന് പറഞ്ഞു. ഇതില് ചോദിക്കാണ് അണ്ടർലൈൻ ചെയ്ത ഒരു വേർഡ് മീനിങ് വരുന്നത് ഏതാണ്, ഏത് ഫ്രേസൽ വെർബ് ആണെന്ന് ചോദിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ വരാണ്. അപ്പൊ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ ഏതായിരിക്കും, ഏത് ഫ്രേസൽ വെർബ് ആയിരിക്കും വരാം? ഗിവ് അവേ. അങ്ങനെ എനിക്കോട് ചോദിക്കാം. ഓക്കെ, അപ്പോ നിങ്ങൾ ഫ്രേസൽ വെർബിന്റെ മീനിങ് നന്നായിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ, അതുപോലെ ഇപ്പോ നേരെ തിരിച്ചും നമുക്ക് ചോദിക്കാൻ പറ്റും. ഇപ്പോ ബ്രേക്ക് അവേ തന്നിട്ട് ഇപ്പോ ദ സ്മഗ്ലർ ബ്രേക്ക് അവേ ഫ്രം ദ പോലീസ്മാൻ ചോദിച്ചിട്ട്
ബ്രേക്ക്അവേയുടെ മീനിങ് എന്താണെന്ന് വേണ്ടി ചോദിക്കാം. ഓക്കെ, ചൂസ് ദ കറക്റ്റ് മീനിങ് ഓഫ് ദ വേർഡ് ഫ്രേസൽ വെർബ്. എന്താണ് ബ്രേക്ക്അവേ തന്നിട്ട് 4 ഓപ്ഷൻസ് വേണ്ടി തരും. സെർച്ച്, എസ്കേപ്പ്, ഡിസ്കണക്ട് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് മീനിങ് തരും. അപ്പൊ അതില് ബ്രേക്ക്അവേയുടെ മീനിങ് ഏതാണെന്ന് നോക്കണം. മനസ്സിലായോ? എസ്കേപ്പ്. അപ്പൊ ആ രീതിയിലാണ് ക്വസ്റ്റ്യൻ വരാൻ. അങ്ങനെ പ്രതീക്ഷിക്കാം. ഓ 4 ഫ്രേസൽ വെർബിന് ഞാൻ 10 തന്നില്ലേ, ഇതിലും കുറക്കാൻ പറയരുത് കേട്ടോ. ഓക്കെ, പഠിച്ചേക്കുക. അതിന് മാത്രമേ ചോദിക്കൂ. 10 പഠിക്കാൻ നിങ്ങൾക്ക് എളുപ്പമല്ലേ? ഓക്കെ, പിന്നെന്താണ്? പിന്നെ ക്വസ്റ്റ്യൻ ടാഗ് ഞാൻ പറഞ്ഞു. സെയിം ആ ടെക്സ്റ്റ് തന്നിരിക്കുന്ന അതിനായിരിക്കും ക്വസ്റ്റ്യൻ വരും. ഓക്കെ, ഇപ്പൊ ടേമിന് ചിലപ്പോൾ അതിൽ നല്ലതായിട്ട് ചോദിച്ചിരിക്കുക. ടേമിന് അതിന് ബേസ് ചെയ്തല്ല, ആ ടെക്സ്റ്റിൽ നിന്നല്ല ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. പക്ഷെ എളുപ്പമാണ്. ക്വസ്റ്റ്യൻ ടാഗ് എന്താണെന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് എളുപ്പമാണ്. എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. മനസ്സിലായോ? ടേം എക്സാം എന്നാണ്? ടേം എക്സാം നെക്സ്റ്റ് മന്ത് 6 ഓക്കെ, അറ്റൻഡ് ചെയ്യൂ കേട്ടോ. ഓക്കെ ആണല്ലോ? ഡൗട്ട്സ് ഉണ്ടോ ഇനി? ക്ലിയർ? മെയിൻ എക്സാമിന് മുൻപ് ഒരു പ്രാവശ്യം ഞാൻ വേണമെങ്കിൽ വരാം. അപ്പൊ ക്ലിയർ ആയിരിക്കും. കാരണം നിങ്ങൾ പകുതി മുക്കാലും ടെൻഷൻ കാരണം വിട്ടുകളയും. അതാണ് പ്രശ്നം. മെയിൻ പ്രശ്നം തന്നെയാണ്. ഇംഗ്ലീഷ് ആണെന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ച് ഉള്ള കറക്റ്റ് അറിയാവുന്ന ആൻസർ പോലും നിങ്ങൾ തെറ്റ് ചെയ്തു. ഓക്കെ, അതുകൊണ്ട് കൂളായിട്ടിരിക്കുക, നന്നായിട്ട് പഠിക്കുക. എല്ലാം ഞാൻ പറഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ തന്നെയാണ് എക്സാമിന് വരാം. കുറച്ച് നമ്മൾ സെൻസ് യൂസ് ചെയ്യണമെന്ന് മാത്രം. ആ സെൻസ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ടെൻഷൻ അടിക്കാതിരിക്കണം, അല്ലെ? മൈൻഡ് കുറച്ച് റിലാക്സ് ആയാൽ മാത്രമേ നമുക്ക് കുറച്ച് ഓർക്കാൻ പറ്റൂ. ഞാൻ വരാം, മാക്സിമം ഞാൻ നോക്കാം. നിങ്ങളുടെ ഭാഗത്തുനിന്നും കൂടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ വരാം. ഓക്കെ, അല്ലാതെ എനിക്ക് വരാൻ പറ്റില്ല, അതുകൊണ്ടാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് കോണ്ടെക്സ്റ്റിലേക്ക് പോവാം. ഗുഡ് മോർണിംഗ് മിസ്. ഓക്കെ, ഗുഡ് മോർണിംഗ്. വളരെ നേരത്തെയാണല്ലോ തമ്മിൽ. ലേറ്റ് ആയി പോയി മിസ്, ക്ലാസ് ഉണ്ടായിരുന്നു. ക്ലാസ് ഉണ്ടായിരുന്നു. ഫ്രേസൽ വെർബ് ആണോ എടുത്തേ? ഫ്രേസൽ വെർബ് അല്ല, ടേമിനുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് പറഞ്ഞു. ക്വസ്റ്റ്യൻസ് അല്ല, ചുമ്മാ ഒന്ന് പറയുള്ളൂ. ക്വസ്റ്റ്യൻ ടാഗിലില്ലേ, ക്വസ്റ്റ്യൻ ടാഗിൽ ഇപ്പൊ നമ്മള് ഈച്ചിന്റെ എന്ന് പറയുമ്പോ ഈസിന്റെ എന്ന് പറയുമ്പോ ഈസ് ഹി, അതായത് നോട്ട് വരുന്നിടത്ത് നമ്മള് ഈ പിന്നെ നോട്ട് യൂസ് ചെയ്യാണ്ടും അങ്ങനെയാണോ ചേർക്കണ്ടേ? ഈസ് നോട്ട് എന്ന് പറയാം. ഈസ് നോട്ട് എന്ന് പറയാം. നമുക്ക് ഷോർട്ട് ആക്കിയിട്ട് ഈസ് ഇൻ എന്ന് പറയാം. ഈസ് ഇൻ അല്ലെ? അതന്നെ ഞാൻ ചോദിക്കുന്നത്. നമ്മളിപ്പോ ഈ ദിസ് ഈസ് എ ബോൾ, ഈസ് ഇൻ ദാറ്റ്, അങ്ങനെ ആ രീതിയിലാണോ പറയാ? ദിസ് എന്ന് പറയുമ്പോഴാണോ ചോദിച്ചേ? അല്ല, ഞാൻ ഒരു ഇറ്റ് ഈസ് എ ബോൾ, ഈസ് ഇൻ ഇറ്റ് അങ്ങനെ ചോദിക്കില്ലേ? ഇനി അതേപോലെ ദാറ്റ് ആർ അല്ലെങ്കിൽ അങ്ങനെ ആറ് വരുമ്പോ ആറിന്റ്, അല്ലെങ്കിൽ ഈസ് വരുമ്പോ ഈസിന്റ്, അങ്ങനെയാണോ വരിക? ഞാൻ ചോദിക്കുന്നത് എന്താണെന്നറിയോ, നമ്മള് ക്വസ്റ്റ്യനില് ആദ്യത്തെ ക്വസ്റ്റ്യനില് നോട്ട് വന്നില്ലെങ്കിൽ നോട്ട് ഇല്ലാണ്ട് നമ്മൾ ആൻസർ ചെയ്യുകയും, ക്വസ്റ്റ്യൻ ടാഗ് ആക്കിട്ട് നോട്ട് വന്നാല് നോട്ടില്ലാണ്ട്, നോട്ട് വന്നിട്ടില്ലെങ്കിൽ നോട്ട് കൊടുത്തിട്ടും, അങ്ങനെയല്ലേ എന്നാണ് ചോദിക്കുന്നത്. അതെ, അതായത് സെന്റൻസ് വന്നിരിക്കുന്ന സെന്റൻസിൽ നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആകും, അതായത് നോട്ട് ഉണ്ടാവില്ല. സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ മാം, താങ്ക് യു. അതാണ് ചോദിച്ചത്. നെഗറ്റീവ് എന്ന് പറയുന്നത് നോട്ടാണ്. ഓക്കെ, നെഗറ്റീവ് നോട്ടാണ്, അല്ലെങ്കിൽ ഇല്ല എന്ന് പറയുന്നതാണ്. അപ്പോ ഇറ്റ്സ് വെരി കോൾഡ് ടുഡേ, ഇറ്റ്സ് വെരി കോൾഡ് ടുഡേ എന്നാണെങ്കിൽ എന്ത് വരും? ടാഗ് എന്ത് വരും? ഇറ്റ് ഈസ് വെരി കോൾഡ് ടുഡേ. ടാഗ് എന്ത് വരും? Isn't it? Yeah, isn't it? Correct. Okay. ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ, മാക്സിമം. ഓക്കെ, പിന്നെന്താണ്, അതെല്ലാരും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇപ്പൊ ഇനി ജസ്റ്റ് ഓക്സിലറീസ് ഒന്നും ഇല്ലെങ്കിൽ ഷീ ഈറ്റ്സ് ബിരിയാണി.
ടാഗ് എന്താ വരാ? വരും. She eats some. പഠിച്ച് എവിടെ വരെ എത്തി നിങ്ങള്? Doesn't she ആണോ? Doesn't she ആണോ? എന്താണ്? ഈറ്റിന്റെ കൂടെ എസ് വന്നിട്ടുണ്ട്. അത് നമ്മളൊന്ന് പറയൂ. ഡെസിന്റ് ആണോ? ഡെസിന്റ് അല്ലേ, മാറിപ്പോലട്ടോ. ഡെസിന്റ് ആണ്. അത് സിമ്പിൾ പ്രസന്റ് അല്ലേ. ഷി ഈറ്റ്സ് എന്ന് പറയുമ്പോ സിമ്പിൾ പ്രസന്റ് ആണ്. സിമ്പിൾ പ്രസന്റിൽ നമ്മൾ എന്താ ഡസ് ആണ് യൂസ് ചെയ്യുക. അത് സിംഗുലർ ആയതുകൊണ്ടാണ് ഡസ് വന്നേ. അത് പ്ലൂറൽ ആണെങ്കിലോ പ്ലൂറൽ ആണെങ്കിൽ ഡു വരും. സിമ്പിൾ പ്രസന്റ് നിങ്ങൾ സെന്റൻസുകൾ ശ്രദ്ധിച്ചു നോക്കുക. സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അവിടെ ഡസ് അല്ലെങ്കിൽ ഡു ആയിരിക്കും വരാം. ഓക്കെ, ഇനി പ്രസന്റ് കണ്ടിന്യൂസ് ആണ്, ഈ സാമാർ വെച്ചിരിക്കുന്ന ഓക്സിലറീസ് ആണ് വരുന്നെങ്കിൽ അതിന്റെ കൂടെ നോട്ട് വരും. അങ്ങനെ പഠിക്കാട്ടോ. അതുപോലെ പെർഫെക്റ്റ് ആണെങ്കിൽ ഹാസിന്റെ കൂടെ നെഗറ്റീവ് വരുമ്പോൾ ഹാസിന്റെ ആകും, ഹാവിന്റെ ആകും. ഓക്കെ, കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ളത് സിമ്പിൾ പ്രസന്റ് ആണ്. അത് നന്നായിട്ട് പഠിക്കാം. അതുപോലെ തന്നെയാണ് ബിരിയാണി എന്ന് പറയുമ്പോ ഡോണ്ട് ദേ എന്നാ വരിക. എന്തോ ദേ ഈറ്റ്സ് ബിരിയാണി എന്ന് പറയുമ്പോ ഡോണ്ട് ദേ എന്നാ വരിക. ഇവിടെ ഈറ്റ്സ് അല്ലേ വന്നേ? ഈറ്റ്സിന്റെ ആവശ്യമില്ലല്ലോ. അവിടെ ഈറ്റ് ബിരിയാണി അല്ലേ, അവിടെ എസ്സി ബിരിയാണി. ഈറ്റ് ബിരിയാണി വരും, അപ്പൊ ഡോണ്ട് ദേ വരും. അപ്പോ സിംഗുലർ ആണെങ്കിൽ ഡസ്, പ്ലൂരൽ ആണെങ്കിൽ ഡു അല്ലെങ്കിൽ ഡോണ്ട്, ആ ഒരു ഇതിൽ വരും അല്ലെ. ഡോണ്ട് ഈറ്റ് ബിരിയാണി ആണെങ്കിലോ ഡോണ്ട് ഈറ്റ് ബിരിയാണി. ഡു ദേ ഇത്രയേ ഉള്ളൂ. ഓക്കെ, she doesn't eat too much. does they അല്ല, does do they ലേക്ക് അല്ല, does she. നിങ്ങൾക്ക് അത് നെഗറ്റീവ് തരാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമാണ്. കാരണം ഓൾറെഡി ഇത് നേരെ കിടപ്പുണ്ട്, ഡയറക്റ്റ്ലി അതിന്റെ ഓക്സിലറി കിടപ്പുണ്ട്, ഡസും ഡൂവും കിടപ്പുണ്ടാകും. അപ്പോ നിങ്ങൾക്ക് അത് പോസിറ്റീവ് ആക്കിയാൽ മതി. പക്ഷെ സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ഡസും ഡൂവും കാണില്ല. മനസ്സിലായോ? ഈറ്റ് ബിരിയാണി എന്ന് പറയുമ്പോ അവിടെ ഡുവോ ഡസോ ഉണ്ടോ? ഡയറക്ട്ലി ഇല്ല, പക്ഷെ ഇൻഡയറക്ട്ലി അവിടെ ഉണ്ട്. അപ്പൊ നിങ്ങൾ അത് കണ്ടുപിടിച്ചിട്ട് വേണം ടാഗ് എഴുതാൻ. അപ്പൊ ഈറ്റ് ബിരിയാണി ആണെങ്കിൽ ഡോണ്ട് ദേ, ഷി ഈറ്റ്സ് ബിരിയാണി ആണെങ്കിൽ doesn't she. ഓക്കെ, മാറിപ്പോകരുത് കേട്ടോ. എന്തായാലും ക്വസ്റ്റൻ അതിൽ നിന്നുണ്ടാവും, ഷുവറാണ്. I heard you, don't I? Yeah. Then ഇനി എന്താണ്? മാം, ഫ്രൈസൽ വെർബിന് രണ്ട് എക്സാമ്പിൾ പറയാം. ക്വസ്റ്റ്യൻ ഫ്രേസൽ വെർബ് രണ്ട് എക്സാമ്പിൾ നെക്സ്റ്റ് തന്നെ പറഞ്ഞു കേട്ടോ. ഇപ്പോ ടെക്സ്റ്റിൽ നേരെ ടെക്സ്റ്റിൽ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പോ our chief minister called at Delhi എന്ന് ചോദിച്ചിട്ട് അണ്ടർലൈൻ ചെയ്ത വേർഡിന്റെ സെയിം മീനിങ് ആയ ഫ്രേസൽ വെർബ് ഏതാണെന്ന് ചോദിക്കാം. ഓക്കെ, അതുപോലെ തന്നെയാണ് ഇപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ we come across many difficulties in our ways of life. അതും അതുപോലെ തന്നെ ചോദിക്കാം. ഓക്കെ, ക്ലിയർ? ഇപ്പൊ വാട്ടർ സപ്ലൈ ഹാസ് ബീൻ കട്ട് ഓഫ് അഗെയിൻ. നമുക്ക് ഇതിന് പകരം എങ്ങനെ ചോദിക്കാം? വാട്ടർ സപ്ലൈ ഹാസ് ബീൻ ഡിസ്കണക്ട് അഗെയിൻ. അപ്പൊ അതിന്റെ സെയിം മീനിങ് ആയ ഫ്രേസൽ വെർബ് ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഫ്രേസൽ വെർബ് എന്ന് ചോദിക്കാം. ഓക്കെ, അപ്പൊ ആൻസർ ഏതാണ്? കട്ട് ഓഫ് ആണ്. ക്ലിയർ? അഡ്വേർബ് ഇല്ലാലോ. അല്ല, ഇപ്പൊ ടേമിനുണ്ടോ? ടേമിലില്ല. മെയിൻ എക്സാമിന് ടേമില്
മെയിൻ എക്സാമിന് അപ്പൊ നോർമൽ അതില് ഉണ്ടാവും 5 kinds ഓഫ് adverbs ഇല്ലേ, അതില് മൊത്തം വരിക അല്ല adverb phrase ക്ലോസും ആയിട്ടാ വരിക? 5 types of adverbs. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? അതായത് adverb of manner, adverb of degree, adverb of അങ്ങനെ പറഞ്ഞിട്ട് 5 kinds ഇല്ലേ? ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ല. ഓക്കെ ഓക്കെ ജസ്റ്റ് അഡ്വർബ് അല്ലെങ്കിൽ ഫ്രേസിന് ക്ലോസ് ഉണ്ടാവുള്ളൂ. അതിൽ 3 ഉണ്ടാവുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ, പിന്നെന്താ? അപ്പൊ ടേമെന്ന് ഞാൻ പറഞ്ഞു. ഡയറക്റ്റ് സ്പീച്ച് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, സ്പെല്ലിംഗ് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് ഏത് വേർഡിന്റെ സ്പെല്ലിംഗ് ആവാട്ടോ. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഫെമിലിയർ ആയ ഒരു വേർഡ് ആകാം, നിങ്ങൾ ഡേ ടു ലൈഫിൽ യൂസ് ചെയ്യുന്ന ഒരു വേർഡ് ആകാം. ചിലപ്പോ തരുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകാം, അത്രേ ഉള്ളൂ. ഓക്കെ, ഭയങ്കര ഫെമിലിയർ ആണ്. പിന്നെ എന്താണ്, പ്രപ്പോസിഷൻ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഫ്രേസൽ വേർബിംഗ് ഉണ്ട്, ക്വസ്റ്റ്യൻ ടാഗിംഗ് ഉണ്ട്. ഇങ്ങനെയാണ് 5 ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഓൾറെഡി ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ പറയും. ഓക്കെ, ക്ലിയർ? The speech, spelling, preposition, question tag, phrasal verb. ഇങ്ങനെ 5 എണ്ണം. 5ന് ഓരോ ക്വസ്റ്റ്യൻ വെച്ച്. ഓക്കെ, കഴിഞ്ഞോ? ഇനിയുണ്ടോ? ഡൗട്ട്സ് ഉണ്ടോ? ഇല്ല, പ്രപ്പോസിഷന് നമുക്ക് മാം പറഞ്ഞ കുറച്ച്, അതായത് സിമ്പിൾ ആയിട്ടുള്ള പ്രപ്പോസിഷൻ അല്ലേ ഉണ്ടാവും. അറ്റ്, ഇന്ന്, ഓണ്, അണ്ടർ, അങ്ങനെയുള്ള കുറച്ച് മാത്രമല്ല. ഇന്നോണ 5 ക്വസ്റ്റ്യൻ മാത്രമേ ഉണ്ടാവുള്ളൂ മാം? 5 ക്വസ്റ്റ്യൻ? എന്തോ 5 ക്വസ്റ്റ്യൻ മാത്രമേ ഉണ്ടാവുള്ളൂ? 5 ദിവസത്തിനുള്ളൂ. ടൈമിന് 5 ദിവസത്തിനുള്ളൂ കേട്ടോ. ടൈം എക്സാമിന് കഴിഞ്ഞ ടൈമിൽ അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. 5 ദിവസത്തിനല്ലേ? 10 ഉണ്ടായിരുന്നു. 10 question ഇല്ലേ? 10 ദിവസം ഉണ്ടായിരുന്നോ? ചിലപ്പോ തന്നെ. ഓക്കെ, 10 ആണെങ്കിൽ നേരെ തിരിച്ച് എല്ലാത്തിനും 2 ക്വസ്റ്റ്യൻ വീതം ഉണ്ടാകും. അല്ലാതെ ഒരുപാട് നമുക്ക് അതിലൊന്നും ഇല്ല. ഇപ്പൊ ചാപ്റ്റേഴ്സ് അതിൽ പറയുകയാണെങ്കിൽ നമ്മൾ എടുത്തത് ശരിക്കും അത്രയും ചാപ്റ്റേഴ്സ് എടുത്തിട്ടുള്ളൂ ടേം 2-ലേക്കുള്ളത്. ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണെങ്കിൽ 9th ചാപ്റ്റർ പ്രപ്പോസിഷൻ ആണ് അല്ലെ? 9th പ്രപ്പോസിഷൻ, 10 ഡയറക്റ്റ് സ്പീച്ച്, 11 I think participle, and 12 ഏതാ? Phrasal verb. 11 ഏതാ? ഡയറക്റ്റ് സ്പീച്ച് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് സ്പീച്ച് കഴിഞ്ഞിട്ട് പാർട്ടിസിപ്പിൾ ആണ്. പാർട്ടിസിപ്പിൾ സിമ്പിൾ ആണല്ലേ, ഞാൻ പറഞ്ഞല്ലോ. ഷീ ഈസ് ഡാഷ് നോവൽ. ഷീ ഈസ് ഡാഷ് നോവൽ എന്ന് പറയുമ്പോൾ അത് താഴെ കുറച്ച് വേർഡ്സ് കൊടുക്കും. ഏതൊക്കെയാണ്? റൈറ്റ്സ്, റിട്ടേൺ, റൈറ്റിംഗ്, ഓക്കെ, റോഡ്. കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഏത് എഴുതും? ഷീ ഈസ് ഡാഷ് റൈറ്റിംഗ്. റൈറ്റിംഗ്. അതാണ് പാർട്ടിസിപ്പിൾ. പാർട്ടിസിപ്പിൾ എന്ന് പറയുമ്പോൾ ING ആണ് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അങ്ങനെയായിരിക്കും ആ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാം. ക്ലിയർ? ഓക്കെ ആണ്. ദെൻ പിന്നെ എന്താണ്, 10 ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ വീതം വരും. പ്രപ്പോസിഷന് 2 ക്വസ്റ്റ്യൻ വരും. അത് ഇൻ ഓൺ അറ്റ് നമ്മൾ പഠിച്ചത് മാത്രമേ ഉള്ളൂ കേട്ടോ. അതുപോലെ ക്വസ്റ്റ്യൻ ടാഗിൽ 2 ക്വസ്റ്റ്യൻ വരും. ഓക്കെ, ആണോ പറയുന്നത്? ടേം 2 ആണ്. ഇപ്പൊ ടെൻസും വരില്ലേ ടേം 2-ല്? ടേം 2 ടെൻസ് ഇല്ലല്ലോ. ടെൻസ് ഇല്ല. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ അല്ലേ ഇപ്പൊ പറഞ്ഞ? ഇത്രയും പ്രപ്പോസിഷൻ, ഡയറക്റ്റ് 9th ചാപ്റ്റർ മുതലാണ് കേട്ടോ ടേം 2. 9th ചാപ്റ്റർ താഴോട്ടാണ് ടേം 2. ഓക്കെ ഓക്കെ. പ്രപ്പോസിഷൻ, ഡയറക്റ്റ് സ്പീച്ച്, പാർട്ടിസിപ്പിൾ, ഫ്രേസൽ വെർബ്, ക്വസ്റ്റ്യൻ ടാഗ്, പിന്നെ സ്പെല്ലിംഗ്. ഓക്കെ ഓക്കെ. 10 അന്നത്തെ പോലെ അല്ലേ? ഫസ്റ്റ് ടേം പോലെ 10. സിമ്പിൾ ആയിരിക്കും, പേടിക്കാനൊന്നുമില്ല. ഡയറക്റ്റ് സ്പീച്ച് ഞാൻ നിങ്ങൾക്ക് അന്ന് ഇമ്പോർട്ടന്റ് ആയത് കുറച്ച് തന്നു. അതിന് ചിലപ്പോൾ ചോദിക്കാം, 2 ചോദിക്കാം. പിന്നെ ഉള്ളത് പ്രപ്പോസിഷൻ ആണ്, അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്.
സിമ്പിൾ ആയിരിക്കും, അത് 2 വരും. അപ്പൊ 4 ഈ ക്വസ്റ്റ്യൻ ടാഗ് 2 ക്വസ്റ്റ്യൻ ടാഗ് വരുമ്പോ 6. പിന്നെ ഒരു സ്പെല്ലിംഗ് വേർഡ് വരും. ഇപ്പൊ 7 ക്വസ്റ്റ്യൻ. പിന്നെ എന്താണ് ഫ്രേസൽ വേർബ്, 2 ഫ്രേസൽ വേർബ് ചോദിക്കാം. ഓക്കെ, അതുപോലെ 2 സ്പെല്ലിംഗ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 10 ക്വസ്റ്റ്യൻ. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. ഇതെല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ടാഗ് ക്ലിയർ ആണ്. പിന്നെ പ്രപ്പോസിഷൻ, കുറച്ച് പ്രപ്പോസിഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. അത് പിന്നെ ഏതാണ് ഫ്രേസൽ വേർബ്, 10 ഫ്രേസൽ വേർബ് ഞാൻ ഓൾറെഡി തന്നു. ഡയറക്ട് സ്പീച്ചിലാണെങ്കിൽ ഇമ്പോർട്ടന്റ് കുറച്ച് ഡയറക്ട് സ്പീച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഇത്രയേ ഉള്ളൂ. അപ്പൊ എല്ലാം ഞാൻ ഓൾറെഡി തന്നിട്ടുണ്ട്. അതിനൊക്കെ തന്നെയായിരിക്കും ക്വസ്റ്റ്യൻ വരാം. നന്നായിട്ട് പഠിച്ചാല് ടെസ്റ്റിന് ഉള്ള ഡയറക്ട് സ്പീച്ച് ആൻഡ് ഇൻഡയറക്ട് സ്പീച്ച് മോക്ക് ടെസ്റ്റിൽ ഇട്ടിട്ടില്ലേ? ഏകദേശം അങ്ങനത്തെ ടൈപ്പ് തന്നെ ആയിരിക്കും ഉണ്ടാവുക. അതെ, ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ ഒരു ഡയറക്റ്റ് ചോദിച്ചിട്ട് ഡയറക്റ്റ് തന്നിട്ട് ഇൻഡയറക്റ്റ് ചോദിക്കും, അത് കോമൺ ആണ്. ചിലപ്പോ ഇൻഡയറക്റ്റ് തന്നിട്ടും ഡയറക്റ്റ് ചോദിക്കും. അങ്ങനെ 2 ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഇപ്പൊ ക്രിക്കറ്റ് ഈസ് പ്ലേഡ് ബൈ ഹിം, ഇത് ഇൻഡയറക്റ്റ് സ്പീച്ച് ആണ്. അപ്പോ നിങ്ങള് ഡയറക്റ്റ് സ്പീച്ച് ഏതാണ് ചേഞ്ച് ചെയ്തിട്ട് ഡയറക്റ്റ് സ്പീച്ച് ക്വസ്റ്റ്യൻ വന്നിട്ട് താഴെ ഡയറക്റ്റ് സ്പീച്ച് കൊടുക്കും. ഏതായിരിക്കും ഡയറക്റ്റ് സ്പീച്ച് വരാം? ക്രിക്കറ്റ് ഈസ് പ്ലേഡ് ബൈ ഹിം. ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ കേൾക്കാം. Cricket is played by him. Sir, indirect speech change into direct speech. ഏതാണ്? He plays cricket. So options കൂടെ പറയാം. ഓപ്ഷൻസ് ഇല്ലാതെ പഠിക്കൂ. Cricket is played by him. He played cricket. He plays. Yeah. He plays cricket. അതാണ് കേട്ടോ. തമന്ന ചുമ്മാ ഒന്ന് പറഞ്ഞു നോക്കിയതാണോ? യെസ്, അതെ. ഓക്കെ, അപ്പൊ he plays cricket ആണ് കേട്ടോ. Cricket is played by him. ഇങ്ങനെയും ചോദിക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിക്കും കേട്ടോ. ഓക്കെ, കുറച്ച് സെൻസ് യൂസ് ചെയ്തിരിക്കൂ. മൈൻഡ് റിലാക്സ് ചെയ്ത് ശ്രദ്ധിച്ച് എഴുതിയാല് നോക്കിയാല് കിട്ടും. മതി. ഒക്ടോബർ എക്സാമിന്റെ സീസൺ ആണ്. ഇവിടെ ട്യൂഷൻ വരുന്ന ഒക്ടോബർ എക്സാമിന്റെ സീസൺ ആണ്. ട്യൂഷൻ വരുന്ന എല്ലാ കുട്ടികൾക്കും എക്സാം ആണ്. എന്റെ മോക്ക് എക്സാം ആണ്, എനിക്ക് എക്സാം ആണ്, എല്ലാവർക്കും എക്സാം ആണ്. ഞാൻ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുമെന്ന് അറിയില്ല. മെയിൻ എക്സാമിന് മുൻപ് ഒരു പ്രാവശ്യം നോക്കാം. ഡേയ്സിന്റെ ഒരു വലിയ റിക്വസ്റ്റ്. ഓക്കെ, അതാണ് എനിക്ക് പറയാനുണ്ട്. നിങ്ങളുടെ ഡൗട്ട് എന്തായാലും തീരില്ല. അത് നിങ്ങൾ ജോയിൻ ചെയ്ത് അന്ന് മുതലേ നിൽക്കുള്ള ഒരു കംപ്ലൈന്റ് ആണ്, ഡൗട്ട് അല്ലെ? ഡൗട്ട് ബാച്ച് ആണ് നിങ്ങള്. അതുകൊണ്ട് മാക്സിമം നന്നായിട്ട് പഠിക്കുക. 100 വേണമെന്ന് പറയരുത് കേട്ടോ, 100 വേണമെന്ന് പറയരുതേ. ഓക്കെ, നിങ്ങള് ഫസ്റ്റ് ജോയിൻ ചെയ്ത സമയത്ത് എന്തായിരുന്നോ ഇപ്പൊ നിങ്ങൾ എന്താണോ അത്രയും ചിന്തിക്കുക. വേറെ ഒന്നും ചിന്തിക്കേണ്ട. കാരണം എനിക്ക് 100 വേണം, എനിക്ക് പാസ്സാകണം, അങ്ങനെ ടെൻഷൻ അടിച്ച് നിങ്ങൾ എക്സാം എഴുതുമ്പോഴാണ് ഈ മിസ്റ്റേക്ക് ഒക്കെ വരുന്നത്. ഒന്നും ചിന്തിക്കേണ്ട, ഒരു എക്സാം അല്ലേ, എന്തിരിക്കുന്നു. നിങ്ങൾക്ക് അല്ലാതെ ഒരുപാട് കാര്യങ്ങൾ ഈ FD കോഴ്സിൽ തന്നെ വന്നവരും പഠിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് ആണെങ്കിലും അല്ലാതെ ആണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ നമ്മള് കോഴ്സിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് തന്നെ വലിയൊരു അച്ചീവ്മെന്റ് ആണ്. ഓക്കെ, അല്ലാതെ എക്സാമിന് 100 മാർക്ക് വാങ്ങുന്നതോ ടോപ്പേഴ്സ് ആകുന്നതോ ഒന്നുമല്ല. നിങ്ങൾ എല്ലാവരും ടോപ്പേഴ്സ് ആണ്, നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നവരാണ്. ഓക്കെ, ആ 1 അവറിൽ വരുന്നതാണ് ഇതെല്ലാം. അത് നമ്മുടെ മൈൻഡ് അനുസരിച്ചിരിക്കും. നമ്മുടെ മൂഡ് ഓഫ് ആണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ ഓഫീസിൽ തന്നെ പ്രശ്നങ്ങൾ വെച്ചിട്ട് നമ്മൾ എക്സാം എഴുതുകയാണെങ്കിൽ നമുക്ക് ഒന്നും എഴുതാൻ പറ്റില്ല. പഠിച്ചതുപോലെ നമ്മൾ മറന്നു. അതിനർത്ഥം നിങ്ങൾ പഠിച്ചിട്ടില്ല എന്നാണോ? ഒരിക്കലല്ല കേട്ടോ. അപ്പൊ എക്സാമിനെ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു പാർട്ടായിട്ട് വെക്കണ്ട. ഓക്കെ, അത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് കൂൾ ആയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ പറയാനായിട്ട്. ഇനി ഫോണിക്സിലേക്ക് ഒന്ന് പോട്ടെ, ഞാൻ എനിക്ക് അതും കൂടി എടുക്കണം. ജസ്റ്റ് പാസ്, അത് ഷുവർ ആണ്. ഇംഗ്ലീഷ് എന്തായാലും നിങ്ങൾ പാസ്സാവും, ഞാൻ ഗ്യാരണ്ടി. സമാധാനിക്കാൻ ഒരു കാര്യമുണ്ട്. ഞാൻ ഇവരോട് എപ്പോഴും പറയും, ടെൻഷൻ എടുക്കണ്ട, ജസ്റ്റ് പാസ് മാത്രം, സർട്ടിഫിക്കറ്റ് മാത്രമല്ല ട്രോഫി ഞങ്ങൾ പേയ്മെന്റ് ചെയ്തിട്ടുണ്ട്.
ഞങ്ങൾക്ക് അതും കിട്ടും. അതുകൊണ്ട് നമ്മളെന്തിനാ പേടിക്കുന്നേ? നമ്മൾ പഠിച്ച് നമ്മുടെ ബോണ്ടിങ് കൊണ്ട്, നമ്മുടെ പരസ്പരമുള്ള സ്നേഹമുണ്ട്, ഇതിന്റെയൊക്കെ കൂടെ നമുക്ക് സർട്ടിഫിക്കറ്റ് ഇൻഷാല്ല കിട്ടുമ്പോ കൂടെ ഒരു മെഡലും ഉണ്ട്. മതി. എന്തൊക്കെ കാര്യങ്ങൾ അത് കിട്ടി. ഇല്ല, ഇതെല്ലാം ഇത്ര നമുക്ക് ടീച്ചേഴ്സ് കിട്ടിയില്ലേ? യെസ് യെസ്. ഓക്കെ, അപ്പോ ടെൻഷൻ വേണ്ട കേട്ടോ എക്സാമിന്. എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ്. എക്സാം വരുമ്പോൾ ടെൻഷൻ അടിച്ച് ഉള്ളതെല്ലാം കയ്യിൽ നിന്ന് പോകും. ചിലപ്പോ ഒരു 80% ഒക്കെ മാർക്ക് കിട്ടണ്ടായിരിക്കാം. ഈ ടെൻഷൻ കാരണം അത് 50 ആകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ കൂളായിട്ട് ഇരിക്കുക. ഇംഗ്ലീഷ് എന്തായാലും നിങ്ങൾ പാസ്സാവും, അത് ഷുവർ ആണ്. ഓക്കെ, അതിൽ പേടിക്കണ്ട കേട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ, ഒന്നും പറയുന്നില്ല, നേരെ പോവാണ്. സ്റ്റാർട്ട് ചെയ്ത് വെക്കട്ടെ. എന്തോ പാസ് മാർക്ക് എത്രയാണ്? പാസ് മാർക്ക് എത്രയാന്ന് വെച്ചാൽ ഞാൻ എന്താ പറയാ, എനിക്ക് അതിനെ കുറിച്ചൊന്നും കറക്റ്റായിട്ട് അറിയില്ലല്ലോ. 100-ൽ എത്രയായിരിക്കും പാസ് മാർക്ക് വരാം? 35 ആണ് ഇത്. 35. കൂടുതൽ മാർക്ക് എന്തായാലും നിങ്ങൾക്ക് കിട്ടും, അതിന് പേടിക്കുകയേ വേണ്ട. പാസിന്റത് പേടിയില്ല മാം. പക്ഷെ എങ്കില് മോള് എന്നോട് ചോദിച്ചു എത്ര മാർക്ക് കിട്ടുന്നു ഇപ്പളേ. അതന്നെ മാം, എല്ലാവർക്കും പേടി. നമ്മൾ മക്കളോട് പഠിക്ക് പഠിക്ക് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമ്മൾക്ക് മാർക്ക് കുറയുമ്പോ അതൊരു പ്രശ്നമാവും. അവക്കും എക്സാം വരുത്ത. അവളോട് ഞാൻ പറഞ്ഞു 48 എബോവ് എടുക്കണം 50-ല്. അപ്പൊ ഇപ്രാവശ്യം എല്ലാവരും ഫുള്ളുണ്ട്. അവരോട് നമ്മൾ പറയും ഇത്ര വാങ്ങിക്കണമെന്ന്. അപ്പൊ അവർക്കും നമ്മളോട് ചോദിക്കാനുള്ള അവകാശമുണ്ട്. എടാ, മിസ് തന്ന ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ആരെങ്കിലും ഒന്ന് ഗ്രൂപ്പിൽ ഇടാവോ? ക്ലാസ് കഴിയുമ്പോ ഒന്ന് പിൻ ചെയ്തിട്ടേക്കാവോടാ. മാം ഇന്ന് അങ്ങനെ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നില്ല. മാം പറഞ്ഞതാണ് അത് ഫ്രൈസൽ വെർബ്. അപ്പം നമ്മൾ ചോദിച്ചതാ. എഴുതിയെടുത്തോ? എഴുതിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇട്ടാ കൊള്ളായിരുന്നടാ, കേറാൻ ഇതില്ല. ഡേയ്സിൻ ഒന്ന് പറയണേ. പ്രപ്പോസിഷൻ ക്ലാസ്സിൽ ഇല്ലായിരുന്നോ ഡേയ്സിൻ? നോട്ട് വേണോ? ഡേയ്സിൻ മെസ്സേജ് അയച്ചിട്ട് അനക്കൊന്നു. ഞാൻ 3 തരാം നോട്ട്. ഇപ്പൊ ഇല്ല കേട്ടോ, രാത്രി ആവട്ടെ. ഉള്ളവർ ഇട്ട് കൊടുക്കടാ. ഞാൻ വീടെത്തുമ്പോ ലേറ്റ് ആവും. ഫുള്ളുണ്ട് ക്ലാസ് സ്കൂള്. മാം പോയോ? റേഞ്ച് ഇഷ്യൂ ആയിരിക്കടാ, വന്നില്ല, കാണുന്നില്ല. നോട്ട്സ് എല്ലാം ഒന്നും ഇല്ല ചേച്ചി, ഇത് മാത്രം ചോദിച്ച ഈ പ്രപ്പോസിഷൻ ഉണ്ട്.
മേഡം നമുക്ക് ഫോണറ്റിക്സ് എന്താ ടെക്സ്റ്റിൽ ഇല്ലല്ലോ. ഇല്ലടാ മിസ്, ഫോണറ്റിക്സ് സൗണ്ടിനെ പറ്റിയിട്ടല്ലേ പറയുന്നേ? അങ്ങനെ പറഞ്ഞ ഓക്കെ, കുറച്ച് ലേറ്റ് ആയി കേട്ടോ. നോട്ട്സ് എടുക്കാൻ വേണ്ടി പോയതാണേ. ഓക്കെ, കോൺടെക്സ്റ്റ് എങ്ങനെയാണ്? ഓക്കെ ആണ് നിങ്ങൾക്ക്? നോക്കിയിരുന്നോ നിങ്ങള്? പറയുന്നില്ല അതിനെ കുറിച്ച്. കേൾക്കുന്നുണ്ടോ? സൗണ്ട് കേൾക്കുന്നുണ്ട്. സൗണ്ട്സ് അല്ലേ? ഏതോ സൗണ്ട്സ് അല്ലേ Yeah, കോണ്ടെക്സ്റ്റ്? ജസ്റ്റ് പെട്ടെന്ന് നോക്കാട്ടോ. ഒരുപാട് അറിയണമെന്ന് ഇൻട്രസ്റ്റ് താല്പര്യം ഉണ്ടോ? നമുക്ക് പെട്ടെന്ന് തീർത്താലോ കോൺടെക്സ്റ്റ്? എന്ത് പറയുന്നു? അറിയൂ. ഓക്കെ മാം. നമുക്ക് അറിയാലോ, കുറെ അറിയാലോ അല്ലേ? അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വേണമെങ്കിൽ വന്ന് ക്വസ്റ്റ്യൻസ് മെയിൻ എക്സാമിന് മുൻപ് വരണോ അല്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരണോ? എന്താണ് മാം ചോദിച്ചത്? കേൾക്കാൻ വയ്യായിരുന്നു, സോറി. മെയിൻ എക്സാമിന് മുമ്പ് വന്നാൽ മതി മാം. അപ്പൊ മതിയോ? ഇത് ഞാൻ വരാൻ പറ്റിയില്ലെങ്കിൽ അതിനു മുമ്പ് വന്നാൽ ചിലപ്പോ മെയിൻ എക്സാമിന് മുമ്പ് മാം വന്നില്ലെങ്കിലോ? ഞങ്ങൾ പെടൂലേ? അങ്ങനെ വരാൻ പറ്റിയില്ലെങ്കിലോ? അപ്പൊ എന്താ ചെയ്യണ്ടേ? നിങ്ങൾ വേഗം പറയൂ. സമയം ഒട്ടും സമയം മിക്കവാറും രണ്ട് കാര്യമാണ്. ഇത് എടുക്കുന്ന മെയിൻ കാര്യമാണ്. എക്സാമിന് മുമ്പ് വന്നാൽ മതി മാം. എടുത്തോ മാം. എന്താണ് പറയുന്നത്? പറയൂ. ഇപ്പൊ ചോദിച്ചത് ഫോണറ്റിക്സ് ഫോണറ്റിക്സ് ഞാൻ പെട്ടെന്ന് തീർക്കണമെങ്കിൽ ഇപ്പൊ തന്നെ എടുത്ത് തീർക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമുക്ക് പറഞ്ഞ് ഒന്ന് റിവൈൻഡ് ചെയ്യാം. അല്ല ഓക്കെ ആണ്, നിങ്ങൾക്ക് എക്സാമിന് മുൻപ് വരണമെന്നാണെങ്കിൽ കോൺടെക്സ്റ്റ് കുറച്ചുകൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് നെക്സ്റ്റ് ക്ലാസ്സിലൂടെ കണ്ടിന്യൂ ചെയ്ത് പോവാം. എന്ത് വേണം? അത് മതി. ഇപ്പൊ രണ്ടാമത് പറഞ്ഞതല്ലേ നല്ലത്. ഓക്കെ, സപ്പോസ് വരാൻ പറ്റിയില്ലെങ്കിൽ ഒന്നും പറയരുത്. അത് പറ്റില്ല. ഓക്കെ, എനിക്ക് അറിയില്ല. കാരണം ജിഷംസിന്റെ ക്ലാസ് പോയിക്കൊണ്ടിരിക്കുകയല്ലേ, അറിയില്ല. നൈറ്റ് ഉണ്ടല്ലോ മിസ്സിന്റെ ക്ലാസ്, നൈറ്റ് ഉണ്ട് ജിഷംസിന്റെ. ഓക്കെ ഓക്കെ, നമുക്ക് നോക്കാം. അപ്പൊ ഫോൺടെക്സ്റ്റ് എന്താണ്? നോട്ട്സ് എഴുതിയെടുക്കുന്നുണ്ടോ നിങ്ങള്? നോട്ട്സ് എഴുതിയെടുക്കണോ? ഈ നോട്ട് ഞാൻ അപ്ലോഡ് ചെയ്യണോ? നോട്ട് അപ്ലോഡ് ചെയ്യണമെന്നില്ല, എഴുതിയെടുത്തോളൂ കേട്ടോ. കുറച്ചൊക്കെ എഴുതിയെടുക്കും. ഓക്കെ, Phonetics is a branch of linguistics that focus on the pronunciation or production, classification of the words, speech, sounds. Okay? Phonetics എന്ന് പറയുന്നത് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് പഠിക്കുക ഒരു സൗണ്ട് ആണ്, അത്രയേ ഉള്ളൂ. നമ്മൾ ഒരുപാട് ഡെഫിനിഷൻ ഒന്നും പഠിച്ചിട്ട് കാര്യമില്ല അല്ലെ? ഓക്കെ, അപ്പോ നമുക്ക് നമ്മുടെ ഇംഗ്ലീഷ് ആൽഫബറ്റ്സിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ടോ എന്ന് പറഞ്ഞേ? 26 ആണ് അല്ലെ? There are 26 alphabets in English. അപ്പോ ഫോൺടെക്സ് ആണെങ്കിലോ, ഫോൺടെക്സ് എന്ന് പറയുമ്പോൾ സൗണ്ട് ആണ്, സ്പീച്ച് സൗണ്ട്സ് ആണ്. So there are 44 speech sounds in English language. Okay?
ക്ലിയർ? 44 ആണ്. 26 ആൽഫബറ്റ്സ് ആണ് നമുക്ക് ഉള്ളതെങ്കിൽ ഇത് സൗണ്ട് എന്ന് പറയുമ്പോൾ 24 ആണ്. ക്ലിയർ? ഓക്കെ, ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇത് സിമ്പിൾ ആയിട്ട് പഠിക്കുന്നത് ഏറ്റവും നല്ലത്. ഈ നോട്ട് 44 ആണ്. 44 sounds ആണ് നമുക്കുള്ളത് കോണ്ടെക്സ്റ്റിൽ. 44 sounds. We have 44 sounds in context symbols എന്ന് പറയും. Okay, അതിൽ 20 vowel sounds and 24 consonant sounds. Okay, 20 vowels and 24 consonant sounds. Clear? ഒന്നുകൂടി പറയും. 20 vowel 20 vowels and 24 consonant sounds. ഇംഗ്ലീഷ് ലാംഗ്വേജ് എങ്ങനെയാണ്? അപ്പോ ഇംഗ്ലീഷിൽ എങ്ങനെയാണ്? വോവൽസ് എത്രയാണ്? 5 vowels. 21 consonants. Yeah, 21 consonants. Okay, clear? ഇതില് നമുക്ക് പറഞ്ഞു കോണ്ടെക്സ്റ്റില് ഇപ്പോ നമുക്ക് ഒരുപാട് ഓർഗൻസ് നമ്മുടെ മൗത്തിലാണ് കുറെ ഡിഫറൻസ് വരുന്നത് അല്ലെ. ലിപ്സ് ആണെങ്കിലും ടങ് ആണെങ്കിലും ടീത്ത് ആണെങ്കിലും നമുക്കത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് കുറെ അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. നമുക്ക് ഒരുപാട് നമ്മള് ഫ്ലെക്സിബിലിറ്റി വേണം. നമ്മുടെ എല്ലാ ഓർഗൻസും നമ്മളവിടെ വർക്ക് ചെയ്യുന്നുണ്ട് മൗത്തിലാണെങ്കിൽ. ഓക്കെ, അങ്ങനെയാണ് ആ സൗണ്ട് വരാം. ഓക്കെ, പിന്നെന്താണ് 44 സൗണ്ട്സ് ആണെന്ന് പറഞ്ഞു. അതിൽ 20 വോവൽസ് ആണെന്ന് പറഞ്ഞു. 24 കോൺസണൻസ് ആണെന്ന് പറഞ്ഞു. ഇതില് ഈ 5 വോവൽ അല്ലെ, നമ്മുടെ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് 26 ആൽഫബറ്റ്സ് ആണെന്ന് പറഞ്ഞു. അതിൽ 5 വോവൽസ് ഉണ്ട്. ഈ 5 വോവൽസിൽ നിന്നാണ് ഈ 44 സൗണ്ട്സ് വന്നിരിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, ഇപ്പോ നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത് അൺഫോണറ്റിക്കൽ ലാംഗ്വേജ് ആണെന്ന് പറയാം. ക്ലിയർ? ഇംഗ്ലീഷ് is an unphonetical language. കാരണം എന്താ? എല്ലായിടത്തും ഉപയോഗിക്കുന്നത്. ഈ 2 വേർഡ് ഞാൻ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒന്ന് വായിച്ചേ. But put and put. എന്താണ് എഴുതിയ പോലെ വായിക്കാൻ പറ്റും നമുക്കത്. So English is an unphonetical language. പ്രൊണൗൺസിയേഷൻ വ്യത്യാസമാണ്. കാണുമ്പോൾ ഒരുപോലെ തോന്നുമെങ്കിലും രണ്ടിന്റെ പ്രൊണൗൺസിയേഷൻ ഡിഫറെന്റ് ആണ് അല്ലെ. ഓക്കെ, അതുകൊണ്ടാണ് ഇംഗ്ലീഷിനെ അൺഫോണറ്റിക്കൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ക്ലിയർ? ഓരോ ലെറ്ററിനും ഓരോ സൗണ്ട്സ് ഉണ്ട്. അങ്ങനെയാണ് പഠിക്കേണ്ടത് അല്ലെ. സൗണ്ട് ആണ്. അപ്പൊ ഓരോ ലെറ്ററിനും ഓരോ സൗണ്ട്സ് ഉണ്ട്. അത് നമ്മൾ കുറെയൊക്കെ നമ്മൾ എന്താണ് കുറച്ച് സൗണ്ട്സ് നമ്മൾ സ്ട്രെസ് ചെയ്യേണ്ടി വരും. ചിലതാണെങ്കിൽ അത് സിമ്പിൾ ആയിട്ട് വിടും. ഓക്കെ, അങ്ങനെ സ്ട്രെസ് ചെയ്യേണ്ടതുണ്ട്, സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന സൗണ്ട്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ കോണ്ടെക്സ്റ്റിൽ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? ഞാൻ പറഞ്ഞു നമ്മുടെ 26 ആൽഫബറ്റ്സിലെ 5 വോവൽസ് ഉണ്ടെന്ന് പറഞ്ഞു. 5 വോവൽസ് ഉണ്ട് അല്ലെ. 5 വോവൽസ് ഉണ്ട്. അതിൽ നിന്നാണ് 44 അല്ല 20 വോവൽസ് കിട്ടിയത്. ഓക്കെ, 5 വോവൽസിൽ നിന്നാണ് കോണ്ടെക്സ്റ്റില് 20 വോവൽസ് വന്നത്. ക്ലിയർ? ഓക്കെ, അപ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കി, 5 വോവൽസിൽ നിന്ന് നമുക്ക് ഒരുപാട് അല്ലെ 20 സൗണ്ട്സ് ഉണ്ട്. വോവൽസ് അല്ല, ശരിക്കും പറയാം 20 സൗണ്ട് എന്നാ പറയാം. 5 വോവൽസിൽ നിന്ന് നമുക്ക് 20 സൗണ്ട്സ് ആണ് കിട്ടിയിരിക്കുന്നത്. അത് IAEIOU എന്ന് പറയുന്നതിൽ 20 സൗണ്ട്സ് ഉണ്ട്. അപ്പൊ ഏതൊക്കെ രീതിയിൽ നമ്മൾ സൗണ്ട് യൂസ് ചെയ്യേണ്ടി വരും അല്ലെ. ഇതെല്ലാം കറക്റ്റ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഈ ലാംഗ്വേജ് ഇംഗ്ലീഷ് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രൊണൗൺസിയേഷനും കിട്ടും. ഓക്കെ, ഫസ്റ്റ് ആണ് അവർ പറയുന്ന പോലെ കറക്റ്റ് ആയിട്ട് പ്രൊണൗൺസിയേഷൻ കിട്ടും. അത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോ AEIOU എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ മൗത്തിൽ പ്രത്യേകിച്ച് ഒരു ഡിഫറൻസും ഇല്ലാതെ പെട്ടെന്നാണ് പറയാൻ പറ്റുന്നത് അല്ലെ. AEIOU കഴിഞ്ഞു, സിമ്പിൾ ആണ്. പക്ഷേ 20 സൗണ്ട്സ് എങ്ങനെയാണ്? കുറച്ച് ഡിഫറെന്റ് ആണ്. ഓക്കെ, അത് ഇതൊരു പ്രത്യേക രീതിയിൽ നമുക്ക് പ്രൊണൗൺസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഏതൊക്കെയാണ് നോക്കണ്ടേ നമുക്ക്? സൗണ്ട്സ് 44 ആണ്. അതില് വോവൽസ് 20, കോൺസണൻസ് 24 എന്ന് പറഞ്ഞു. ഇതില് വോവൽസിൽ തന്നെ
നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ്? പ്യൂർ വവൽസ് ആൻഡ് ഡിഫ്തോങ്സ്. ഓക്കെ, vowels are classified in two, that is pure vowels and diphthongs. ഇതിൽ എന്താണ് പ്യൂർ വവൽസ്, എന്താണ് ഡിഫ്തോങ്സ്? ഈ പ്യൂർ വവൽസിനെ നമുക്ക് മോണോഫ്തോങ്സ് എന്ന് പറയാം കേട്ടോ. മോണോഫ്തോങ്. മോണോഫ്തോങ് എന്ന് പറയാം, കാരണം മോണോഫ്തോങ് ആൻഡ് ഡിഫ്തോങ് എന്ന് പറയുന്നു. Monophthong and diphthong. Okay. അതെന്താ നോക്കി നോക്ക്. ജസ്ല മ്യൂട്ട് ചെയ്യൂട്ടോ. അപ്പൊ പറഞ്ഞു 20 vowels ഇന്ന് നമ്മൾ ഡിവൈഡ് ചെയ്തു. ഇങ്ങനെയാണ് പ്യൂർ വവൽസ് ആൻഡ് ഡിഫ്തോങ്സ് ഓർ മോണോഫ്തോങ്സ് ആൻഡ് ഡിഫ്തോങ്സ്. അപ്പൊ 12 മോണോഫ്തോങ്സ് ഓർ പ്യൂർ വവൽസ് ആണ്. ഡിഫ്തോങ്സ് എത്രയാണ്? 8 ഡിഫ്തോങ്സ് ആണ്. ക്ലിയർ? അതുപോലെ തന്നെ നമ്മൾ ഈ മോണോഫ്തോങ്സിനെ അല്ലെങ്കിൽ പ്യൂർ വവൽസിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ലോങ് വവൽസ്, ഷോർട്ട് വവൽസ് എന്ന് പറഞ്ഞു. ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് സ്പീച്ച് സൗണ്ട്സ് ഒന്ന് വരച്ചു വെക്കുക. എവിടെയെങ്കിലും നോട്ട്ബുക്കിലാണെങ്കിൽ ജസ്റ്റ് നീതി വെക്കൂ കേട്ടോ. ഓക്കെ, ഈ രണ്ട് ലൈൻ കണ്ടോ? രണ്ട് സ്ലാൻഡഡ് ലൈൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ലൈൻ വെച്ചിട്ടാണ് നമ്മൾ ഓരോ സെന്റൻസ് എഴുതുന്നത്. വേർഡ് ആണെങ്കിലും സെന്റൻസ് എഴുതുന്നത്. സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും ഈ ലൈനിലാണ് കേട്ടോ. ഓക്കെ, ഈ നടുക്ക് എപ്പോഴെങ്കിലും ഫുൾ സ്റ്റോപ്പ് എന്ന് വരുന്നുണ്ടെങ്കിൽ ഡബിൾ ലൈൻ ഇടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫുൾ സ്റ്റോപ്പ് മീൻസ് ജസ്റ്റ് ഒരു ചെറിയൊരു സ്റ്റോപ്പ് ഒക്കെ ഉണ്ടാവില്ലേ, അങ്ങനെ ഡബിൾ ലൈൻ ഇടും. അങ്ങനെയാണ് എഴുതാട്ടോ. സെന്റൻസ് ആയിട്ട് എഴുതി പോകുമ്പോഴാണ് ഞാൻ പറഞ്ഞത്. ഓരോ വേർഡ് ആണെങ്കിൽ ഓക്കെ, നമുക്ക് ഈ രണ്ട് ലൈൻ കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാവുന്നതാണ്. പക്ഷെ സെന്റൻസ് ആകുമ്പോൾ ഇടക്ക് ചെറിയൊരു കോമയോ കൊത്തും കോമയൊക്കെ ഉണ്ടാവില്ലേ, അവിടെ ഡബിൾ ലൈൻ ഇട്ടിട്ട് പോവാം. എന്നിട്ട് ലാസ്റ്റ് എൻഡിൽ വരുമ്പോൾ ഒരു ലൈൻ ഇടാം. അതിന് സ്റ്റാൻഡേർഡ് ലൈൻ എന്ന് പറയാം കേട്ടോ. ഓക്കെ, ഫോണ്ടിക്സില് നമുക്ക് സ്പെല്ലിങ്ങിനല്ല കൂടുതൽ ഇമ്പോർട്ടന്റ് വരാം. എക്സാമ്പിൾസ് ഒക്കെ പറയാം കേട്ടോ. സ്പെല്ലിംഗ് അല്ല കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത്, നമുക്ക് അതിന്റെ പ്രൊണൗൺസിയേഷൻ ആണ്. ഓക്കെ, നമുക്ക് ലാംഗ്വേജിൽ ഇംഗ്ലീഷിൽ എന്ന് പറയുമ്പോൾ സ്പെല്ലിംഗ് ആണ്. പക്ഷെ ഇവിടെ എന്താണ്? സൗണ്ട്സിനാണ് ഇമ്പോർട്ടൻസ്. രണ്ടും നമുക്ക് ഈക്വൽ ആണെങ്കിൽ ഈക്വലി ഇമ്പോർട്ടന്റ് ആണെങ്കിലും ഇവിടെ ഫോണ്ടിക്സ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി സൗണ്ട്സിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോ പ്യൂർ വവൽ ആൻഡ് ഡിഫ്തോങ്സ് എന്ന് പറഞ്ഞു. ഇതില് ഏതൊക്കെയാണ് പ്യൂർ വവൽ, ഏതൊക്കെയാണ് ഡിഫ്തോങ്സ് എന്ന് പഠിക്കാം. ഇത് പ്യൂർ വവൽസ് ആണ് കേട്ടോ. ഫസ്റ്റ് അത് എഴുതി വെക്കുക. പ്യൂർ വവൽസ് ഏതാ? പ്യൂർ വവൽസും ഡിഫ്തോങ്സും ഒക്കെ കൂടി ചേരുമ്പോഴാണ് നമുക്ക് ഈ പറയുന്ന 20 വവൽസ് കിട്ടുക. ഓക്കെ, ആദ്യം എഴുതാൻ പറ്റും നോക്കിയേ നിങ്ങള്. ഞാൻ എഴുതിയതാണ്. പല രീതിയിലൊക്കെ എഴുത്ത് നമുക്ക് ഓൺലൈൻ ആയതുകൊണ്ട് അത് എഴുതി കാണിക്കാനൊന്നും പറ്റില്ല കേട്ടോ. അതുകൊണ്ട് മാക്സിമം നിങ്ങളൊന്ന് കോപ്പറേറ്റ് ചെയ്യുക. കുറെ യൂട്യൂബിൽ സെർച്ച് ചെയ്യുക. ഓക്കെ, അങ്ങനെയൊക്കെ എഴുതി പഠിക്കുക. അതുപോലെ സൗണ്ട് ആണെങ്കിൽ ഞാൻ പറയുന്ന സൗണ്ട് എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടോ എന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. മാക്സിമം നിങ്ങൾ എഫോർട്ട് എടുത്ത് നിങ്ങൾ തന്നെ കുറെ റെഫർ ചെയ്ത് പഠിക്കാൻ നോക്കാം കേട്ടോ. ഫോണ്ടിക്സ് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. കാരണം ആസ് എ ടീച്ചർ എന്ന് പറയുമ്പോൾ എല്ലാ പ്രൊണൗൺസിയേഷനും നമ്മൾ കറക്റ്റ് ആയിട്ട് തന്നെ പറയണം അല്ലെ. അവര് കുട്ടികളാണ്, അവർക്ക് നമ്മൾ പറയുന്നതാണ് അവർ കേൾക്കുന്നത്. സോ നമ്മൾ എല്ലാ വേർഡ്സിന്റെയും കറക്റ്റ് പ്രൊണൗൺസിയേഷൻ ആസ് എ ഫോണ്ടിക്സ് വെച്ചിട്ട് നിങ്ങൾ അത് പറഞ്ഞു കൊടുക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ക്ലിയർ?
ഓക്കെ. നോട്ട് ഞാനൊരു കാര്യം ചെയ്യട്ടെ, നിങ്ങൾക്ക് ഈ നോട്ട് ഞാൻ നാളെ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യാം. ഓക്കെ. ഇപ്പൊ നിങ്ങൾ കാണിച്ച ഈ 2 നോട്ടും പിന്നെ നേരത്തെ കാണിച്ച കുറച്ച് നോട്ട്സ് ഉണ്ടല്ലോ, അത് ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യാം. എന്നിട്ട് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ജസ്റ്റ് വേഗം പറഞ്ഞു പോവാം നമുക്ക്. അല്ലെങ്കിൽ ഒരുപാട് സമയം വൈകും കേട്ടോ. ഇന്ന് തന്നെ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഈ കാണുന്ന നോട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. ഓക്കെ. ഇതൊക്കെയാണ് കേട്ടോ നോട്ട് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അല്ലെങ്കിൽ വെറുതെ ഒരുപാട് സമയം പോകുന്നുണ്ട്. അത് നന്നായിട്ട് നോക്കിയിട്ട് വരും എന്താണ് കോൺടെക്സ്റ്റ്. ഇപ്പൊ ക്ലാസിഫിക്കേഷൻ മനസ്സിലായാലോ? ക്ലാസിഫിക്കേഷൻ എഴുതിയെടുത്തിട്ടുണ്ട്, അതൊന്ന് ജസ്റ്റ് നോക്കാം, എങ്ങനെയൊക്കെയാണ് നോക്കാം. പെട്ടെന്ന് നമുക്ക് വേണമെങ്കിൽ അടുത്ത ക്ലാസ് കൊണ്ട് കോൺടെക്സ്റ്റ് തന്നെ കംപ്ലീറ്റ് ആക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ മാം. പെട്ടെന്ന് സമയം പോയി. നിങ്ങൾ ക്ലാസ്സിൽ അങ്ങനെ പ്രത്യേകത ഉണ്ട് കേട്ടോ. ക്ലാസ്സിൽ കയറി കഴിഞ്ഞാല് സമയം പോണത് അറിയില്ല. ഓക്കെ. അപ്പോ നെക്സ്റ്റ് ക്ലാസ്സോട് കൂടി നമുക്ക് വേഗം കോൺടെക്സ്റ്റ് തീർക്കാം. പിന്നെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്. കാരണം ക്ലാസ് കഴിഞ്ഞാൽ അപ്പഴും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കേണ്ടത് നിങ്ങളോട്. അതിന് എനിക്ക് സമയം വേണം. ഓക്കെ. അപ്പോ നിങ്ങൾ നോക്കിയിട്ടൊക്കെ വരും കോൺടെക്സ്റ്റ്. പെട്ടെന്ന് നമുക്ക് തീർക്കാം. ഓക്കെ. സോ താങ്ക് യു. ടേം എക്സാം ഉണ്ട്, നന്നായിട്ട് അറ്റൻഡ് ചെയ്യാം. ഇപ്പോഴേക്കും എന്തായാലും ക്ലാസ് എപ്പോഴും കംപ്ലീറ്റ് ആവും. സോ വൈൻഡ് അപ്പ് ചെയ്യാട്ടോ. സൈൻ ഔട്ട് ഒന്നുമില്ലല്ലോ? ഇല്ല. ഓക്കെ. സോ താങ്ക് യു all. See you on the next class. Okay, bye. Thank you, ma'am.